ഹലോ, പറഞ്ഞോളീ. ലിയാഖത്തല്ലേ? അതെ. ഞാൻ ചങ്ങരോടുന്ന വിളിക്കുന്നത്. ആ ഞാനേ ആ ഈ മൊയ്ലിയന്മാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ തെരഞ്ഞു പോണ കാര്യം ആലോചിക്കുമ്പോഴേ ആ എനിക്ക് എന്തൊക്കെ ഒന്നാമത്തെ തന്നെ നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു തീവ്രത ഇല്ലാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ ആ പുഞ്ചിരിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അതായത് ഒരു തീവ്രത മുഖഭാവം ഇല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നിന്നോട് എനിക്ക് വളരെ സന്തോഷം. ഞാൻ ചങ്ങനകുളത്തുള്ള ആളാ. ഞാൻ അതിന് മുമ്പൊക്കെ വിളിക്കണ്ടായിരുന്നു. മനസ്സിലായി. ഓർമ്മയിൽ വന്നാ ഉണ്ട്. എന്റെ പേര് മൂസകുട്ടിയാണ്. 70 വയസ്സ് കഴിഞ്ഞു. ഞാനൊരു ഭിന്നശേഷിക്കാരനാ. മനസ്സിലായില്ല? അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലിയാഖത്ത് ദേഷ്യം പിടിക്കരുതിട്ടാ. നമ്മളിപ്പോ ഈ സൂറത്ത് തൗബയില് അതാണ് ഇപ്പൊ ഭയങ്കര തർക്കമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈവൻ സലഹൽ അഷ്ഹുറു ഹുറുമു ഫത്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും വഖുലുഹും വഹ്ശുറുഹും വഖുലു ലഹും കുല്ല മർസദും ഫൈൻ താബു വഅഖാമു സ്വലാത്ത വആതു സക്കാത്ത ഫഖല്ലു സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലേ? അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും വെക്കാതെ നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുകയും തീർച്ചയായും അല്ലാഹു അവരെ കൊടുക്കുന്നതും കരുണാനിധിയുമാണ്. ഇതിന്റെ തഫ്സീർ എഴുതിക്കുന്നത് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയുടെ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയുടെ. അപ്പൊ അതില് കരാർ പ്രകാരം അത് ഇത് ഇപ്പൊ 4 മാസം വിലക്കപ്പെട്ട മാസം ഇവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണോ? 4 മാസം വാണിംഗ് കൊടുത്തിരിക്കുകയാണോ? അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണോ? ഇത് ഈ 4 മാസം നിങ്ങൾ മുസ്ലിം ആവുക, തൗഹീദിലേക്ക് വരിക. ഇത് വരാത്ത പക്ഷം ഈ 4 മാസം കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിച്ച് കൊല്ലാനാണല്ലോ പറയുന്നത്. അല്ലേ? അല്ല കുട്ടി, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ അതിന്റെ ലാസ്റ്റ് പറയണ്ടല്ലോ, അവര് നിസ്കാരം നിലനിർത്തുകയും ആവാൻ തയ്യാറാവാണെങ്കിൽ അവരെ ഒഴിവാക്കി കൊടുക്കണം. അപ്പൊ അള്ളാഹ് പുറത്തു കൊടുക്കും. കാരണം അള്ളാഹ്ക്ക് തീരെ പൊറുക്കാൻ കഴിയാത്തത് ശിർക്കാണല്ലോ. അതുകൊണ്ട് അവര് മുസ്ലിം ആവാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കി കൊടുത്തോളി. അതല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ വല്ല കണ്ണടത്ത് വെച്ച് കൊന്നോളി എന്നല്ലേ അവർ. അതന്നെയാണ് ഇതിന്റെ പ്രഖ്യാപനം. ഞാൻ ചോദിക്കണല്ലോ, അപ്പൊ ഈ മൊയ്ലിയന്മാർക്കൊന്നും അറിയില്ലേ? മൊയ്ലിയന്മാർക്ക് അറിയും. ഓലയില് ഈ ആയത്തല്ലല്ലോ ഷഹാദത്ത് കലിമ. ഈ ഷഹാദത്ത് കലിമ നരകത്തിന് മോളിക്കാണ് ഈ ആയത്ത് കിട്ടുക. അപ്പൊ പിന്നെ ആ ആയത്തിന്റെ തള്ളി നരകത്തിൽ പോലെ. അപ്പൊ പിന്നെ അതിനെ ന്യായീകരിക്കല്ലാതെ വേറെ നിർവാഹമല്ല. കരാപ്രകാരമോ മുകളിൽ പരാമർശിച്ച വിളംബര പ്രകാരമോ ഇതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ശരിയാണ്. കരാർ പ്രകാരമോ മുകളിൽ പരാമർശിച്ച വിളംബര പ്രകാരമോ ആക്രമണം ആരംഭിക്കാൻ പാടില്ലാത്ത കാലാവധി കഴിഞ്ഞാൽ എന്നർത്ഥം. യുദ്ധനിഷിദ്ധമായ മാസങ്ങൾ കഴിഞ്ഞാൽ എന്നാണ് ചില വ്യാഖ്യാതാക്കൾ എന്ന് അർത്ഥം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടി 2 അഭിപ്രായം കൂടെ പറയുന്നല്ലോ. ഈ യുദ്ധം നിഷിദ്ധമാക്കിയ പിന്നെ ഇതിന്റെ 36-ാമത്തെ വചനത്തിൽ പറയും അവരുടെ ഭാഗത്ത് അവരുടെ കാലത്ത് ഗോത്രകാലത്ത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്നൊരു കണക്കുണ്ട്. അവിടെ ചില മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ്. റമദാൻ ഉൾപ്പെടെ. അപ്പം യുദ്ധം നിഷിദ്ധമാക്കമാണ് റമദാനാണെന്ന് എന്റെ ഓർമ്മ കേട്ടോ. അങ്ങോട്ടോടെ ചിലപ്പോ മുഹറം റജബ് യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങൾ. അപ്പൊ ആ സമയത്ത് അതാണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല, ഇത് ഈ പറയപ്പെടുന്ന പ്രഖ്യാപനം കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള 4 മാസമാണ്. ഇങ്ങനെ 2 അഭിപ്രായമുണ്ട്. അതിൽ 2ാമത്തെ അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം. പ്രഖ്യാപനം തൊട്ട് 4 മാസം.
അല്ല കുട്ടി, ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഈ മൊയ്തേമാർക്കൊന്നും അറിയില്ലേ? മൂല്യന്മാർക്ക് അറിയാം, ഞാൻ പറഞ്ഞില്ലേ, മൂല്യന്മാർ ആദ്യം ഷഹാദത്തിന് മോൾക്കാണ് ഈ ആയത്ത് വായിക്കണേ. അപ്പൊ ഷഹാദത്ത് ആണല്ലോ പ്രധാനം. അപ്പൊ ഷഹാദത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടിയിൽ വരുന്നതിനൊക്കെ ന്യായീകരിക്കുന്ന ഒരു അസ്ക്യത വരും. അതൊരു ആവശ്യകതയാണ്. അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാണ്, മുസ്ലിം ആയാ കൊല്ലൂല അല്ലെങ്കിൽ കൊല്ലൂന്ന്. ജീവൻ രക്ഷപ്പെടാൻ ആകെയുള്ള മാർഗം മുസ്ലിം ആവുകയാണ്. ഞാൻ എന്റെ മകന്റെ മാതിരി എന്നോട് പറയണേ, എന്തിനാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്? നിരീശ്വരവാദി അതൊന്നും പ്രശ്നമല്ല, പക്ഷെ ഇങ്ങനെ വിളംബരം ചെയ്തിട്ട് അല്ല, ഇതെന്താ പിന്നെ ഇതിനെന്താ ഈ ആയത്ത് എന്താ നമ്മൾ അർത്ഥം വെക്കേണ്ടത്? ഞാൻ അർത്ഥത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ അർത്ഥം വെച്ചൊക്കെ ശരി തന്നെയാണ്. അർത്ഥം ശരിയപ്പോ ഞാൻ പോയിട്ട് ചെറിയമുണ്ട് അബ്ദുൽ ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ഒരു മകന്റെ സ്ഥാനം ഇതൊക്കെ ദിവ്യവചനമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ആൾക്കാർ ഇവിടുന്ന് പല പരിപാടിക്കും പോണതേ. ഞാൻ പറയണതേ, നീ അത് നിരീശ്വരവാദം, അത് നീ പറയുന്ന കാര്യം എനിക്കിതൊന്നും ഒരു വാദവും ഇല്ല. എന്റെ വാദം, ഈ വാദം തെറ്റാണെന്നുള്ളതാണ് എന്റെ വാദം. ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇതിനെ ന്യായീകരിച്ച് നടക്കുന്ന ആൾക്കാരുള്ള കാലത്തോളം അത് പറയാതെ പറ്റൂലല്ലോ. ഇത് യുദ്ധ സന്ദർഭത്തിലാണെന്നും കരാർ ലംഘനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണെന്നും പച്ച നുണ പറയുമ്പോൾ തിരുത്തി പറയുന്ന ആള് വേണ്ടേ? അതങ്ങനെയല്ല. എല്ലാ കാലത്തും ഒരു ഖിലാഫത്ത്, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം തീരുമാനിക്കുകയാണ് ഇതേ വചനം അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അവനെ തടയാൻ ഇസ്ലാമിക ഫിഖ്ഹിലോ അഖീദയിലോ ഒരു സാധനമില്ല. അപ്പൊ ഇത് ഇൻഹ്യൂമൻ ആയിട്ടുള്ള സാധനമാണ്. ഇത് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വേണം. 36 എന്ന് പറയേണ്ടത് ഇന്ന യുദ്ധത്തെ ഷുഹുരി എന്തുള്ള ഇസ്നാശ ഷെഹറം കിതാബില്ല ഖലഖസ്സമാവാതി വല്ലള്ള മിൻഹ അർബഅത്തും ഹുറുമുൻ ഖാലിഖുദ്ദീനുൽ ഖയ്യിം അലാ തദ്രിമു ഫീഹിന്ന അൻഫുസകും വഖാതിലു മുശ്രികീന കാഫത്തൻ കമാ യുഖാതിലുക്കും കാഫ വഅലമു അന്നല്ലാഹ മഅൽ മുഖ്തസീൻ. അവിടെ പറയുന്ന ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹു രേഖപ്പെടുത്തിയ അനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അതിൽ 4 യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ് വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ് വക്രതയില്ലാത്ത മതം. അതിനാൽ ആ 4 മാസത്തിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. വെറുതെ വിശ്വാസികൾ നിങ്ങളോട് ആകമാനം യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരോടും ആകമാനം യുദ്ധം ചെയ്യുക. എന്നിട്ട് കാണിക്കാൻ വന്നാൽ അങ്ങോട്ട് കാണിച്ചാൽ മതി എന്നുള്ളതാണ് ആ പറയുന്നത്. അതൊക്കെ ഓരോ ഘട്ടത്തിലാണ്. ഇപ്പം മക്കയെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ക്ഷമ ആണ് പ്രധാനം എന്നല്ലേ. മക്കയത്തെ ക്ഷമ മദീനയിലെത്തിയപ്പോ വാളായി. പിന്നെ അവിടെ സഹകരണമായി. സഹകരണത്തിൻ്റെതുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീനും ഒക്കെ ഉണ്ട്. മക്കയിൽ ലക്കും ദീനിക്കും വലിയ ദീനിങ്ങൾക്ക് നിങ്ങളത് എനിക്ക് ഉണ്ടെന്നായിരുന്നു. ആ മദീനയിലെത്തിയപ്പോ ആരും നിർബന്ധിക്കൊന്നും വേണ്ടെന്നായി. കാരണം പൊതുവിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടാക്കി. പക്ഷെ നിങ്ങൾ ആരും എല്ലാവരും നിർബന്ധിക്കൊന്നും വേണ്ടെന്നായി മദീനക്ക് ചുറ്റുമുള്ള ആൾക്കാർ. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെന്താ, ഇന്നത്തേനും എന്തുല്ലാഹിൽ ഇസ്ലാം എന്നായി. അവര് എന്താണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാനായി. അവസാനത്തെ പ്രഖ്യാപനം വന്നപ്പോഴത്തേക്ക് മുസ്ലിം അല്ലാത്ത ആൾക്കാർ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഈ സാധനം, ഈ പുസ്തകം മടക്കി വെച്ചിട്ട് ഈ നാട് നീളം നടന്നിട്ട് ഇതിനെ മഹത്വവൽക്കരിക്കുന്ന ഈ പ്രഭാഷകരുള്ള കാലത്തോളം ഖുർആൻ എഴുതിയ ആൾക്കാര് പല ആൾക്കാരും എഴുതി വെച്ചതല്ലേ. ആരെഴുതിയെന്നുള്ള അതിന്റെ പ്രസക്തി പോലും ഇല്ല. കാരണം ഇതിപ്പോ ആളുകളുടെ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണല്ലോ. ആരെഴുതിയെന്നുള്ള വലിയ പ്രസക്തി ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു സ്ഥാനം കൽപ്പിക്കുന്ന നോവില്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ. ഞാൻ പറഞ്ഞല്ല അതിന്റെ വചനം തന്നെ എന്റെ ആൾക്കാരെ കൊല്ലാൻ പറയുന്ന കിതാബിനെയാണ് ഒന്നുണ്ടാക്കാതെ തുടരുത്. ഞാനേ എനിക്ക് പറയാനുള്ള എന്തൊക്കെയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ഈ ജനങ്ങളുടെ വിദ്വേഷം? ഞാൻ ഇത് പറഞ്ഞെങ്ങനെ വിദ്വേഷം ഉണ്ടാവുക, അതെങ്ങനെ എനിക്ക് മനസ്സിലായി പറഞ്ഞത്. അല്ല, നീ അതങ്ങനെ നിന്റെ അക്കീദ എന്തൊക്കെയാലും അതങ്ങനെ പോട്ടെ, ആയിക്കോട്ടെ. അതിനെന്താ, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയും ചെയ്തൂടെ? മക്കളോട് പറഞ്ഞതിലുള്ള നല്ല ജൈവ പബ്ലിക്കായിട്ട് നിങ്ങൾ എത്ര ജനങ്ങളെ എനിക്ക് വിദ്വേഷം കാര്യമൊന്നുമില്ല. വിദ്വേഷം പിന്നെ ആൾ തന്നോട് സംസാരിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മുസ്താദ്മാരൊക്കെ കുത്തി ഇപ്പൊ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോ ഞങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചുതരാം. പിന്നെ മറ്റില്ല, വാട്സപ്പില്ല. അല്ലെ ഞങ്ങൾക്ക് ഒരു സാധനം അതിലെന്താ പറയണ അറിയോ?
ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പറയാണ് പള്ളി ദർസിൽ പറഞ്ഞു കൊടുക്കണത് ഓക്കെ, അത് ആ വൃത്തികേട് അവിടെ പറയുകയാണെങ്കിൽ ഓക്കെ, അത് ഇതിൽ കേൾപ്പിക്കണ കേൾപ്പിച്ചിട്ട് ഒരു മിനിറ്റ്. ഒരു വളരെ സാത്വികനായിട്ടുള്ള ഒരു മൂല്യര്, അതായത് ഈ ഒച്ചയും ഒന്നും ഇല്ലാത്തൊരു മൂല്യരാണ്. അതിപ്പോ ഇന്നലെ ഞാൻ പിന്നെ ഉമർ സുല്ലമിന്റെ മുഖാമുഖം ഉണ്ടായിരുന്നു. അതൊരു മുജാഹിദ് സർക്കാരും ഉമർ സുല്ലമി നല്ല വലിയ പറ്റിലാണ്. അതായത് ഭാര്യയും ഭർത്താവും എന്തായിട്ടുണ്ട് മുസ്ലിങ്ങളാ, അതിൽ ഒരാൾ മാത്രമേ ഇസ്ലാമിലേക്ക് ഭർത്താവ് വന്നു ഭാര്യ വന്നില്ല, അല്ലെ ഭാര്യ വന്നു ഭർത്താവ് എന്തായാല വന്നില്ല. അതോടുകൂടെ ബന്ധങ്ങളൊക്കെ നിർത്തിയേക്കണം. ഇതിൽ തന്നെ ഓല് ഇസ്ലാമിലേക്ക് വന്നാൽ പുതിയ നിക്കാന്റെ ആവശ്യമുള്ള ബന്ധങ്ങളൊക്കെ തുടരാം. ഒരിക്കലും രണ്ട് മതത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധം ശരിയാവില്ല. അത് ശരിയാണെങ്കിൽ അഹ്ലി കിതാബുകൾക്ക് മാത്രമേ എല്ലാവരും ഉദ്ദേശിച്ചുള്ളൂ. അഹ്ലി കിതാബുകൾക്ക് തന്നെ ചില കണ്ടീഷനൊക്കെ ഉണ്ട്. ആ കണ്ടീഷനൊന്നും ഒത്തുകിട്ടാൻ ഇന്ന് പ്രയാസമാണ്. അല്ലാത്തവരൊന്നും ആണിങ്ങോട്ടും ഹലാലാവൂല. ആണ് പെണ്ണിനും ഹലാല, പെണ്ണ് ആണിനും ഹലാലാവൂല. എന്നോടൊരു ചെറുപ്പക്കാരൻ എന്നുള്ള ചോദിച്ചതാണ്, ഉസ്താദ് ഇതിലിപ്പോ എന്താ ഉള്ളത്, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളമാർക്കല്ല ഇന്ന് പോലൊക്കെ നമ്മളേറെ നല്ല മനുഷ്യന്മാരുണ്ടല്ലോ മുസ്ലിങ്ങള്, ഓരൊപ്പം എന്താ നമുക്ക് കല്യാണം കഴിച്ചാല്? കാരണം എന്താ വെച്ചാല് വരാനെത്തിയ ആ പാർട്ടിക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവന് നല്ലോണം ഒന്ന് കുറച്ച് മനസ്സിലാക്കി കൊടുത്തു. ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും മൂല്യമുള്ളത് ഈമാനാണ്. ഈമാന് ഭയങ്കര വില ഉണ്ട്. ഒരു ഈമാൻ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, ഒരു മനുഷ്യന് വിശേഷ ബുദ്ധിയും ബോധവും അള്ളാനെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ കൊടുത്തിട്ട് അള്ളാനെ അംഗീകരിക്കാത്ത ഒരു കാഫിറിന് ഉലൈക ശർറുൽ ബരിയ ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബിൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫിഹാ ഉലൈക സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ്. അപ്പൊ എനിക്ക് സന്തോഷമായ ഉസ്താദാണ്, മനസ്സിലായിരുന്നു. അതൊക്കെ നീ കൂടെ നടക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. ആളാതെ എനിക്കറിയില്ല. ഇതൊരു ചോദ്യം വന്നാണ്, പലരും നമ്പർ കൊടുക്കുന്നതാണ്, ബോധ്യമായിരുന്നു. ഒരിക്കലും അത് യോജിപ്പില്ല. കാരണം ഈമാന്റെ അത്ര വിലയുള്ള ഒന്നും ഇവിടെ ഈ ഭൂമിയിൽ വേറെ ഏതില്ല. നിഷേധത്തോളം നിന്ദ്യമായ ഒന്നും ആ രണ്ടാൾ തമ്മിൽ ചേരൂല. മർസദ് നബി മർസദുള്ളാന്റെ ചരിത്രം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. കാമുകിന്റെ പേര് എനാക്ക് എന്നായിരുന്നു. ഇനാക്ക് ആലിംഗനം എന്നാണ്. ആ പേര് കേട്ടാൽ തന്നെ ഒരു എന്താ പറഞ്ഞതില് കണ്ടില്ലേ, കുട്ടികളെ പറഞ്ഞു കൊടുക്കാണ്, പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. ഈമാൻ ഇല്ലാത്തവൻ കാഫിറിന് ഒരു 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 വിലയിൽ ഒരു നികൃഷ്ട ജീവിയാണെന്ന് പറഞ്ഞത്. അത് പൊന്നാളെ മോനെ, ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേട്ടു. ഈ CP അബ്ദുൽ ഉമർ സുല്ലമിയുടെ ഒരു പ്രസംഗം, ഒരു മുഖാമുഖം കേട്ടു. കുണ്ടൂർ സംവാദം. ആ സംവാദത്തില് പിന്നെ ഈക്ക അബൂബക്കർ മുസ്ലിയാര്, ഈക്ക ഹസൻ മുസ്ലിയാര്, ഇവരൊക്കെ കൂടി KK ഹസ്രത്താണ്. കാരണം ഫാത്തിമ ബീവിനെ പറഞ്ഞിട്ട് ഫാത്തിമ ബീവി കാഫറായിരുന്നു എന്ന് പറഞ്ഞു. ആ ഫാത്തിമ ബീവി കാഫറാണെന്ന് പറഞ്ഞപ്പോ എന്താ നിങ്ങള് പറഞ്ഞു ഫാത്തിമ ബീവി കാഫറാന്ന് പറഞ്ഞു. ഏടോ ഞാൻ ഫാത്തിമ ബീവി കാഫറ ഞാൻ അതിന്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളില്ലേ. അപ്പൊ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നാണ് KK ഹസ്രത്ത്. ഒരു വലിയ പണ്ട് മരിച്ചുപോയി. മൊയ്യന്മാരുടെ കാര്യം സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ ഖുർആൻ, അവരുടെ അപ്പൊ ഖുർആനും ഹദീസൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങോട്ട് തിരിച്ചു മറ്റും പറയും. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഈ ജാതി മൂല്യന്മാരെയും ഈ ജാതി ആശയം പറയുന്നവരെയും ഈ ഉമ്മത്ത് മട്ടലെടുത്ത് തല്ലി ശരിയാക്കണ വരെ ഞാൻ ഈ പണി തുടരും. ഓലെ അത് ചെയ്യാൻ തുടങ്ങി ഞാൻ നിർത്തും. ഈ നാട്ടില് വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരേ അന്തസ്സുള്ളവരാണെന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മളെ ഭരണഘടന അതാ പറയുന്നത്. രണ്ട് കണ്ണിലും വെള്ളങ്ങളെ ചാട്ടുകൊണ്ടിരിക്കാൻ നിന്റെ ഈ പ്രസംഗം രാത്രി 12 മണി 1 മണി വരെയാണ് ഞാൻ എന്തിനാ കണ്ണിന്ന് വെള്ളം ചാടുന്നത്? ഇതിനടുത്ത് മൊബൈലിൽ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ചാടുകൊണ്ടിരിക്കുക. ഞാനിക്ക് തലകറക്കം വരുന്നുണ്ട്. വീഡിയോ ഓഫാക്കിട്ട് ഓഡിയോ കേട്ടാ മതി. വീഡിയോക്ക് നോക്കാതെ അങ്ങനെ ഇരുന്നാ മതി. കാന്റെ പുഞ്ചിരി കാണണ്ടേ, അന്റെ മുഖത്ത് പുഞ്ചിരി കാണണ്ടേ? അത് കണ്ടെങ്കിലേക്ക് അത് മറ്റേ ഹമക്കിന്റെ മാതിരൊന്നുമില്ല. അതായത് എന്താണ് അയാളുടെ പേര്, ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആരിഫ് ഹുസൈൻ, ഷെയ്ഖ് ഉസ്താദ് പേരിട്ടെ. അപ്പൊ അയാളുടെ പ്രസംഗം ഞാൻ കാണുന്നില്ല. അത് തല്ലിപ്പൊളി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്താ പറയാ, ഒരു മനുഷ്യന്റെ പറയാൻ അയാൾ രോഗിയുണ്ടെന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അയാളുടെ പ്രസംഗം പറ്റില്ല. ഞാൻ യുക്തിവാദികളില് അതുപോലെ തന്നെ എന്താണ് സെബാസ്റ്റ്യൻ പുന്നക്കല്, അതൊന്നും എനിക്കിഷ്ടമുള്ള ആളുടെ പ്രസംഗം കേൾക്കണമെന്നോ. അതാ യുക്തിവാദം പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായ ഈ 2-3 വൈദ്യന്മാരും ഏറ്റിലെ 2 ചെക്കന്മാരിങ്ങനെ മൊബൈൽ ചോദിച്ചു വെച്ചിട്ട്
സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് കൊടുക്കാന്ന് പറയും. പിന്നെ അയാൾ ഇട്ടതിന്റെ അയാൾക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ല. മറുപടി പറയാൻ കിട്ടുന്ന അത് തന്നെയാണ് ഈ ദുബായിലെ എന്താ പറഞ്ഞിരുന്നത്. പിന്നെ ഇബിന് കസീറിന്റെ അതുപോലെ ജലാലിന് ഞാൻ ഏത് തഫ്സീറാ വേണ്ടി അമാനിയുടെ വല്ലാത്ത അമാനിയെ പറ്റുന്നത് അമാനി എന്നാൽ പിന്നെ ഏതാണ് വേണ്ടത് നിങ്ങൾ പറയുന്നത് തഫ്സീർ പറയൂ അത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോ അമാന്റെ പതിപ്പുള്ളൂ. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞുതരാന്ന്. അമാനിന്റെ ഖുർആൻ തഫ്സീർ ഭയങ്കര അബദ്ധങ്ങളാണ്. ഞാനത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം മണ്ടത്തരങ്ങള്, അതായത് ഖുർആന്റെ ക്രമത്തിൽ വരെ അബദ്ധം കാണിച്ചു വെച്ചിട്ടുണ്ട്. ആയത്തുകളൊക്കെ അങ്ങനെ അയാളെ ഞാൻ ചുറ്റിക്കറങ്ങി ഞാൻ നേരിട്ട് സംസാരിക്കാൻ ഇട്ടെറിഞ്ഞ് പോവുക ചെയ്ത് പറയാൻ കിട്ടണ്ടേ. നിന്നിട്ട് സംസാരിക്കണമെങ്കിൽ ഊച്ചാരികളൊന്നും പറ്റില്ല. അതായത് നീ പറയുന്നത് ഒറ്റ മാർഗമുള്ളൂ, ഉള്ളത് പോലെ സമ്മതിക്കുക. അത് അങ്ങനെയൊക്കെ ഉണ്ട്, അത് അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, അത് പറയാ. അതല്ലാതെ അത് ഇന്നത്തെ കാലത്ത് വേണം, അത് അങ്ങനെയല്ല, എഴുതിയത് അങ്ങനെയാണ്, വായിക്കേണ്ടത് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഇന്നിട്ട് വന്നതാണ്. കാരണം നീ ശരിക്കും തെളിവ് പ്രകാരം പറയുന്നത്. ഞാനിപ്പോ ആലോചിച്ച് നോക്കണ്ടേ ഈ ഇല്ലല്ലോ പള്ളി അങ്ങനത്തെ അബദ്ധമൊന്നും സംഭവിച്ചില്ല എനിക്ക്. പിന്നെ പള്ളി ദർശനത്തോടു കൂടി കുട്ടികളെ ബുദ്ധിയൊക്കെ ആണ്ട് മറ്റേ നമ്മള് പത്തിരിക്ക് മാവ് വയ്ക്കണ മാതിരി കുഴച്ചിടും അവിടെ. പിന്നെ ഭയങ്കര പാടാത്. നടക്കട്ടെ. ഞാൻ പറയുന്നത് എന്തായാലും ഇത് ജനങ്ങൾക്ക് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറുന്നുണ്ട്. ആൾക്കാര് മതമുള്ളവനും ഇല്ലാത്തവനും ഏത് മതക്കാരനും മതമില്ലാത്തതിൽ ഏത് വിഭാഗക്കാരനും ഒക്കെ ഓരോ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഇതിങ്ങനെ എന്താ പറയാ, അത് ഈ തരം പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പള്ളി നാട്ടുകാർ മഹല്ലേര് ചെലവ് കൊടുത്തിട്ട് ഇരിക്കണ ഒരു മൗലവിയാണല്ലോ പറയുന്നത് കാഫിർ നികൃഷ്ട ജീവിയാണെന്ന്. അതായത് ബുദ്ധി കൊടുത്തിട്ട് പറയാൻ പാടില്ലല്ലോ. അത് കേൾക്കുന്ന കുട്ടികൾ, അത് പള്ളി ദർശനം കേട്ടിരിക്കുന്നവര്, ആ കമ്മിറ്റിക്കാര്, ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഈ യൂട്യൂബ് നടത്തുന്ന ഈ മുസ്താദിന്റെ ആൾക്കാര്, ഇതൊക്കെ ഇവര് എന്ത് അക്രമം ഉണ്ടാക്കുക, അതാണ് നാട്ടില് പ്രശ്നം ഉണ്ടാക്കുക. നമ്മൾ മുജാഹിദ് എന്തൊക്കെ വൃത്തിവരെ പറയല്. ഇപ്പൊ കുറച്ച് വസ്തുക്കളൊക്കെ വന്നിട്ട് കുറച്ച് കുറവുണ്ടോ? എന്റെ മഹലിൽ തന്നെ ഞാൻ പറയുന്നതാണ് ഈ ഖുതുബയില് അല്ലാഹുമ്മ അജിർനാമിനല്ല അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക. എന്താണ് അതില് ഇതില്ലെന്ന് പറഞ്ഞാൽ ആളെ ഒരു വസ്തുവിനും പറ്റാത്ത അത് ആ ഒരു വാക്ക് പറയാൻ പാടില്ല. ഞാൻ യൂട്യൂബിൽ അടിച്ചപ്പോ കണ്ടതാ. അത് മറ്റേ സ്ഥലത്താണ് പറയുന്നത്. അപ്പോ ഇത്രയൊന്നും അല്ല. ഇതിന്റെ താഴത്തേക്ക് നമ്മളെ വേറെ ഒരു പിന്നെ കുനൂത്തുണ്ട്. ആ കുനൂത്തില് എന്തൊക്കെയാന്ന് വെച്ചാല് അവരുടെ വീട് തകർക്കണേ, അവരുടെ കുട്ടികളെ അനാഥരാക്കണേ, അവരുടെ ഭാര്യയെ വിധവയാക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അത് പറയണത് യുദ്ധ സന്ദർഭത്തില് ശത്രുവിന്റെ അക്രമത്തിന്റെ സമയത്താണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പോലും അത് പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ. ഒരു യുദ്ധ സന്ദർഭത്തിലാണെങ്കിൽ പിന്നെ യുദ്ധത്തിന് വന്ന ശത്രുക്കള് പരാജയപ്പെടുത്തണത് മാത്രം പ്രാർത്ഥിച്ചാ പോരെ. അതിന് ജനങ്ങള് എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ഒക്കെ പെട്ടു. ഞാന് എന്താ വെച്ചാല് ഞാനിത് പറഞ്ഞപ്പോഴേ ഈ വതിലുള്ള ചുരുക്കളും ഇവിടുത്തെ മുസ്ലിം അത് മക്കാ മുസ്ലിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ. ഇവിടെ മക്കാ മുസ്ലിങ്ങളുടെ കാലം കഴിഞ്ഞു പോയില്ലേ. ആ മുസ്ലിക്ക് ചെയ്യാമെന്നാൾ ആ മുസ്ലിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. എന്നാലും ആ ഒരു വഴി ഗൾഫിലേക്ക് പോയി എന്നവർക്ക് വതിലുള്ള ചുരുക്ക പോലെ മുസ്ലിക്കെന്ന് പറഞ്ഞാൽ ഈ ചുരുക്ക് ചെയ്യുന്നവരെ നിന്ദനാക്കി എന്നല്ല ആ വാക്കിന്റെ. ഇവരൊരു വചനത്തിന്റെ അർത്ഥം പറയുമ്പോ അത് അന്നത്തെ സാഹചര്യത്തിൽ അപ്പൊ ഇറങ്ങിയതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഒരു വചനം പറഞ്ഞുതരാം. അഹ്സാബിലുള്ളതാണ്, എനിക്ക് അറബ് ഓർമ്മല്ല, മീൻസ് അതിന്റെ നമ്പർ ഓർമ്മല്ല. സയ്യിദിനെ കൊണ്ട് സൈനബിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് സൈനബിന്റെ കൂട്ടർ സമ്മതിച്ചില്ല വീട്ടുകാര്. അപ്പൊ അള്ളാഹു കൊടുത്തു. അതായത് അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു. അപ്പൊ ഇന്ന് അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കേണ്ട ബാധ്യത ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയത്ത് ഏതാതല്ലേ. വാസ്തവത്തിൽ ഇത് സയ്യിദിനെ സൈനബ് കല്യാണം കഴിക്കാൻ തയ്യാറാവാത്ത പറഞ്ഞതല്ലേ. അങ്ങനെയാണ് സന്ദർഭത്തിലാണ് ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ഖുർആനിന്റെ ആശയം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും മാറ്റം ഇല്ലാതെ തുടരേണ്ടതാണെന്നല്ലേ. അത് ഞാന് അതേമാതിരി തന്നെ ഹുസൈൻ സലഫി പ്രസംഗിക്കുമ്പോ ആള് പറയുന്നത് ഈ കുത്തുബ ഓതുമ്പോ സുന്നി പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകള് പിന്നെ ഈ
പേരോടിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ പേരോടിന് മറുപടി പറയണ്ടേ? അതിൽ എനിക്ക് ഒത്തിരി കാണാം. അപ്പൊ പറഞ്ഞു ഞങ്ങള് വിവരമില്ലാത്ത അലിമികൾ കുത്തുപോകുമ്പോ ഖത്തീബന്മാര് കുത്തുപോയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നാ പറയാം. അങ്ങനെ പറയാം. അതുപോലെ അപ്പൊ ഈ പേരോടാ ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് വെറുതെ ഈ ആൾക്കാരെ കണ്ണും പേരും ഇരുട്ടാവില്ല, ഇരുട്ടാപ്പണെങ്കിൽ ഉറക്കം തന്നെ പറയണം. എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്നിട്ട് പേരോട് കുത്തുപോകുന്നത് അള്ളാഹുമായ ഇസ്ലാം പക്ഷെ വേറെ ഗൾഫിലെ രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾ പ്രത്യേകിച്ച് UAE-യിലൊക്കെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീനിൽ നിർത്തുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. പറഞ്ഞാലേ അബദ്ധ. അതെ 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 എനിക്ക് അതായത് ഞാനീ പറയണത് നീ ഇത് നിർത്തി. കാരണം എന്തിനാണ് വെറുതെ ഈ വിദ്വേഷം ഉണ്ടാക്കി തീർക്കണം? എനിക്ക് അന്നോട് സ്നേഹം കൊണ്ട് സത്യം മൊബൈലില് ഇപ്പൊ മൂല്യന്മാർക്ക് ചെലവിനെടുക്കണ വീട്ടുകാർ കുറ്റിച്ചെലവ് എടുത്തിട്ട് ചങ്ങായിമാരെ നേരാക്കുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ നിർത്തും. ആരെങ്കിലും ഒരാൾ വേണ്ടേ? ആരെങ്കിലും ഒക്കെ വേണ്ടത്. ഒരു കടിഞ്ഞാണിടാൻ ആരെങ്കിലൊക്കെ വേണ്ടേ? ഇപ്പൊ തന്നെ മൂല്യന്മാർക്ക് പേടിയാ. പണ്ട് ഹക്കീം അസ്ഹരി മറ്റേ ഒരു പ്രശ്നം ഞാനെടുത്ത് വലിയ ഇഷ്യൂ ആക്കിയതിനു ശേഷം പറഞ്ഞത് പിന്നെ ഇനി നിങ്ങള് പിന്നെ ഇതെല്ലാം ലൈവ് പോകരുത് പറഞ്ഞ ഈ AP ഉസ്താദിന്റെ കറാമത്ത് കഥകളൊന്നും ഇപ്പൊ പെട്ടെന്ന് ലൈവായിട്ട് പോണ്ട. അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യമുള്ളത് മാത്രം പുറത്തോട്ട് വിട്ടാൽ മതി എന്നയക്കണം. ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പുറത്തോട്ട് നാട്ടുകാർ കേൾപ്പിക്കണില്ലെങ്കിൽ ഒരു കുറവുണ്ടാവുമല്ലോ. അതിനൊന്നും ഇഷ്ടം പോലെ ഉണ്ട്. അതായത് മുക്കം മുജാഹിദ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് മുജാഹിദുകൾ അവിടുന്ന് മൂടോടെ നശിപ്പിക്കാൻ ആദ്യം നശിപ്പിക്കാൻ ആശയം അവരുടെ ആശയം ഇല്ലാതാക്കും. അത് പറയുന്നത് ഞാൻ മുജാഹിദാ. മുജാഹിദിസം ആണ് ഈ നാട്ടിൽ ഈ ഫിത്ന മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ പറയുമ്പോ എന്താണ് അവ അന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. ഒരു അയാളുടെ പുഞ്ചിരിയാണ് പിന്നെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നത്. അന്റെ ഈ പുഞ്ചിരി ആ പുഞ്ചിരി കൊണ്ട് ആ താടി അത് എനിക്ക് പറയാൻ എന്താ വെച്ചാൽ ഒരു 3 പൈതമക്കളുള്ളതല്ലേ. ഞാൻ അവരെയൊക്കെ ഒട്ടിപ്പിച്ചു. എന്തിനാണ് വിദ്വേഷത്തെ ഉണ്ടായിരുന്നത് ഇല്ലാത്തത്? അതെല്ലാം നല്ലത്. ഞാൻ മനുഷ്യനോട് സ്നേഹം പറഞ്ഞാൽ അങ്ങനെ വിദ്വേഷം ഉണ്ടാവണം. മനുഷ്യരെ സ്നേഹിക്കണം, മനുഷ്യരാണ് പ്രധാനം എന്ന് പറഞ്ഞിടത്ത് വിദ്വേഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ വേറെന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. ഞാൻ സ്നേഹത്തെ കുറിച്ചാ പറയുന്നത്. മനുഷ്യന്മാര് വെറുപ്പൊന്നും വരില്ല. എന്നെ സംബന്ധിച്ചോളം നിന്റെ പ്രസംഗം കേട്ടാൽ എനിക്ക് യാതൊരു വെറുപ്പും വരില്ല. ആർക്കുമില്ലെന്നേ, വളരെ ചെറിയ ചില കീടങ്ങൾക്ക് മാത്രമേ വെറുപ്പുള്ളൂ. പിന്നെ വേറെ കാര്യം, ഈ വലിയ താലും ചിലപ്പോഴുള്ള ആൾക്കാർ തന്നെ നേരിട്ടില്ല. അവർ കുടുങ്ങി പോവും. കല്ല് പൊളി നിങ്ങൾ വെച്ചിട്ട് ഓന്റെ അടുത്ത് പോയാലേ കല്ല് പൊളി വെച്ചാൽ മുണ്ടില്ല. അവര് നേരിട്ടില്ല. ഇപ്പം മുർത്തദ് സെന്റർ ഒക്കെ ആകുമ്പോൾ വരുമല്ലോ, സുന്നി സെന്ററും മുജാഹിദ് സെന്ററും ഒക്കെ പോലെ മുർത്തദ് സെന്റർ കൂടി വരുമ്പോ അവർക്ക് തീരെ വരാതിരിക്കാൻ പറ്റൂലേ. നമുക്ക് എറണാകുളത്താണ്. സ്വന്തം പരിപാടികളാണ്. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ എറണാകുളത്തേക്ക് വരണമെങ്കിൽ വിളിക്കാം, നമുക്ക് കാണാം. ആയിക്കോട്ടെ. എല്ലാവരും ക്ഷേമത്തിലല്ലേ? ശരി. എല്ലാരും ഉഷാർ. ഓക്കെ.